ഉണ്ടാവില്ലേ? കുറെ പേര് നമ്മുടെ നൂലപ്പെട്ടപ്പോൾ ചോദിച്ചു അത് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കുറെ പേർക്കൊന്നും റിപ്ലൈ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളത്തിന്റെ അളവ് മാറ്റുണ്ട്. എന്നാലാണ് നമ്മുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ റെഡി ആവുള്ളൂ. പിന്നെ തീന്റെ കാര്യം ശ്രദ്ധിക്കണം. വെള്ളം വറ്റി ആ ഉണ്ട പരിവായി വരുന്ന വരെ മീഡിയം ഫ്ലെയിമിലും, അത് കഴിഞ്ഞ് നമ്മുടെ ആ ഉണ്ടയിലത്തെ വെള്ളം നൂലപ്പത്തിൽ ഞാൻ കാണിച്ചില്ലേ, 1 മിനിറ്റോളം ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുത്തില്ലേ, അതുപോലെ ചെയ്യുമ്പോൾ തീരെ ലോ ഫ്ലെയിമിലും വെക്കണം. എന്താണെന്ന് വെച്ചാൽ പത്തിരിക്കാവുമ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ തരി മുരിഞ്ഞ പോലെ പാടില്ല. മാവിന്റെ നൂലപ്പത്തിലേക്ക് ഒരു തരി അങ്ങനെ വന്നാലും തിരിച്ചു ചൂട് കൂടിയാലും പ്രശ്നമില്ല. നമുക്ക് സെനായിലിട്ട് തിരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, അത് കിട്ടും. പക്ഷേ പത്തിരിക്കാകുമ്പോൾ അത് തീരെ പാടില്ല. കറക്റ്റ് മാവിന്റെ പരിവായിട്ട് തന്നെ കിട്ടണം. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റും വേണം, അതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പത്തിരി തയ്യാറാക്കാം. പിന്നെ ചപ്പാത്തി പ്രസറിൽ ഉണ്ടാക്കാട്ടോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ഞാൻ പരത്തുന്നത് കൂടി കാണിച്ചിട്ടുണ്ട്. കുറച്ച് പേര് ചപ്പാത്തി പ്രസർ ഇല്ലാത്തവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് പത്തിരി തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് പത്തിരി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിൽ എടുക്കാം. വറുത്ത അരിപ്പൊടി നമ്മുടെ പാലപ്പത്തിന് എടുക്കണത് എടുക്കാം, പിന്നെ അതുപോലെ നമ്മുടെ നൂലപ്പത്തിന് എടുക്കണത് എടുക്കാം. ഇത് 1/2 കപ്പ് ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് 250 ml കപ്പാണ് കേട്ടോ, 1 കപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണം. വെള്ളത്തിന്റെ അളവ് പറയാനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം മതി. നമ്മൾ നൂലപ്പത്തിന് സെയിം ആണ് അളവ് വെള്ളം എടുത്തത്, പക്ഷെ ഇതിന് അങ്ങനെയല്ല. നമുക്ക് 1/4 കപ്പ് വെള്ളം മതി ഇതിലോട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വറ്റി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. തീ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കണ്ട കുറുകി വരുന്നുണ്ടോ? ആയിട്ടില്ല കേട്ടോ. ഇതിലെ വെള്ളത്തിന്റെ അംശം മാറിയിട്ടില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒരു ഉണ്ട പരിവാവും. ഇതിപ്പോ ഇങ്ങനെ വേറിട്ടിട്ടല്ലേ നിൽക്കണേ. ഇതിൽ തന്നെ വെച്ചിട്ട് ഇതൊരു ഉണ്ട പരിവായിട്ട് വരും. 1 മിനിറ്റ് കേട്ടോ. അപ്പൊ ആവും, ഇത് 1 മിനിറ്റിന്റെ ഉള്ളിൽ ഇതാവും കേട്ടോ. ഈ പരിവായി കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ മുരിഞ്ഞ പോലെ വരും. ഈ പരിവാകുമ്പോൾ മീഡിയത്തിൽ നിന്ന് തീരെ ലോവിലേക്ക് വെച്ചിട്ട് നല്ല കട്ടിയാക്കി എടുക്കുക മാവ്. കണ്ടോ, ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടോ നമ്മുടെ മാവ്? നല്ലോണം ടൈറ്റ് ആയിക്കോട്ടെ, അത്രയും നല്ലതാണ്. നോൺ സ്റ്റിക് പാത്രം ആകുമ്പോൾ നിങ്ങൾക്ക് അടുക്കി പിടിക്കില്ല, നല്ല സുഖമായിട്ട് ഇളക്കാൻ പറ്റും. വേറെ വല്ല പാത്രമാണെങ്കിൽ ഒന്ന് അടിയിൽ പിടിക്കൂട്ടോ. അപ്പൊ അത് നോൺ സ്റ്റിക് ആണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാ. അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ട, കട്ടായിട്ട് വന്നു. ഇതും ഒരു ഉണ്ട പരിവായി. കണ്ട എന്തുമാതിരി അത് കട്ടായിക്കണെന്ന് നോക്കിയേ. ഇനി ഈ ഒരു പരുവത്തിൽ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്ര മതി. കണ്ട, നല്ല ടൈറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ ഈ ഒരു മാവ്. ഈ ഒരു പരുവം മതി കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേഗം തന്നെ വേറെ ഒരു പാത്രം എടുക്കാം. വേറെ നമുക്ക് ഇത് കുഴയ്ക്കാനൊക്കെ ആവശ്യമുള്ള ഒരു സ്റ്റീലിന്റെ പാത്രം, നിങ്ങൾക്ക് ഏത് പാത്രം സൗകര്യം എന്ന് വെച്ചാൽ അത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കുക. ഇടിയപ്പത്തിന് നമ്മൾ എന്താ ചെയ്തേ, അതിൽ തന്നെ വെക്കുകയല്ലേ ചെയ്തേ. ഇതിന് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ആ പാത്രത്തിൽ വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചൂടുള്ളതുകൊണ്ട് ഈ അടിയിലെ മാവ് ഇങ്ങനെ മുരുമുരുന്നനെ വരും. അപ്പൊ അത് നമ്മുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അത്ര സുഖമായിട്ടുള്ള പണിയല്ല അത്. അപ്പൊ നന്നാവില്ല നമ്മുടെ പത്തിരി. അങ്ങനെ തന്നെ പറയാം. ആ പാത്രത്തിൽ വെക്കരുത്. തീ കുറച്ചും വെച്ചോളോ, ശ്രദ്ധിച്ചോളോ. തീ കൂടുതലായി കഴിഞ്ഞാൽ ഈ അടിവശം മുരുമുരുന്ന് തന്നെ വരും. അപ്പൊ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. നൂലപ്പത്തിന് ഇതിപ്പോ ഇത്തിരി തീ അങ്ങോട്ടും കൂടിയാലും പ്രശ്നമില്ല. ഈ സാധനം നമ്മൾ അതിൽ തന്നെ വെക്കാറും. കാരണം നമ്മൾ സേവനായിലിട്ട് തിരിക്കുകയാണല്ലോ, അപ്പൊ അത് കറക്റ്റായിട്ട് പോരും. പക്ഷെ ഇത് നമ്മൾ പരത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചോളോ. ഇതാണ് പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് മാറ്റുക. പക്ഷെ ഇതുപോലെ നന്നായിട്ട് വെള്ളം കറക്റ്റ് ആവും വേണം കേട്ടോ. ഇനി ഇത് നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അത് ഈ കയ്യിലും വന്ന് നമുക്ക് വേറെടുത്താട്ടോ. ഇത് കുഴക്കാനായിട്ട് ഞാൻ എടുക്കണം. ഇപ്പൊ നല്ല ചൂടല്ലേ, ചൂടോടെ കുഴച്ചാലേ അതിന് കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഇടിക്കല്ലുണ്ടല്ലോ, ഇതിപ്പോ ഇവിടെ ഇത് അത്യാവശ്യം കനുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കനുണ്ട്. നമ്മുടെ നാട്ടിലെ കല്ലുണ്ടാവുമല്ലോ, ഇങ്ങനെ അമ്മീമ കുത്തണ കല്ല് ചെറുത്, അത് മതി കേട്ടോ. അത് ഇട്ടിട്ട് നല്ല ഇടിച്ചാൽ മതി. അപ്പൊ ചൂടോടെയുള്ള ആ കുഴ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ നമുക്കിവിടെ പുറത്തുള്ളവരായാലും നമ്മുടെ അതിൽ അമ്മിക്കുഴ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഈ സാധനം വെച്ചിട്ടാണ് കുഴക്കാറ് കേട്ടോ. നമ്മുടെ ഇടിക്കല്ല്, ഇഞ്ചി വെള്ളുള്ളി ഇടിക്കണ സാധനം വെച്ചിട്ടാണ് ഞാൻ ഇടിക്കാറ്. അപ്പൊ ആദ്യം ഇത് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അപ്പൊ നമുക്കിത് നല്ലോ നമ്മുടെ ഈ കുഴ വെച്ചിട്ടേ നല്ല ഇടിച്ചെടുക്കാട്ടോ നമുക്ക്.
കണ്ടോ ഇത് ഞാനിത് ചപ്പടിയാക്കി എടുത്തിട്ടുണ്ട് ഇടിച്ചിട്ട് നല്ല ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇടിക്കണ നേരത്തെ പാത്രം ഇതിങ്ങനെ ഒപ്പം പൊന്തി വരും. അപ്പൊ അടിയിലൊരു ടവല എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പാദ്യം പുറത്തേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് ഇടിച്ചെടുക്കാൻ പറ്റും നല്ല മയമായിട്ട്. കണ്ടോ അപ്പൊ നല്ല ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇടിച്ചിട്ട്. ചൂട് ആറിയിപ്പോൾ ഇതിന്റെ. അപ്പൊ നമ്മുടെ കൈ പൊള്ളാൻ ആ ഒരു ഏർപ്പാട് വരുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടിയിലേക്ക് കൈ ഇടുന്നതിന്റെ മുന്നേ ഒരു തരി വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലാക്കുക, അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു തരി വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലാക്കിയിട്ട് നമുക്കിത് ഈ വടിയിൽ നിന്ന് നമ്മുടെ ഇടിക്കണ സ്റ്റിക്കുമൊന്നും ഒക്കെ വേറെടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല ഒന്ന് കുഴച്ചെടുത്ത് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ചപ്പാത്തി കല്ലുമ്മ വെച്ചോടക്കാം കേട്ടോ. ഈ ചപ്പാത്തി കല്ലുമ്മയും കുറച്ച് എണ്ണ തൊടുക, ഒന്ന് കുഴച്ചെടുക്കാനാണ് നമ്മുടെ കൈ വെച്ചിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് മുട്ടി പിടിക്കാതിരിക്കാനേ ഞാൻ എങ്ങനെ ചെയ്യാറ്, ഇതും ഒരു തരിയും കൂടി എണ്ണ പുരട്ടി കൊടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണ കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതിപ്പോ തണുത്തു, അതുകൊണ്ട് ഇതിപ്പോ നല്ല തണുവാ. ഒരു നല്ല തണുവെന്ന് വെച്ചാൽ ഒരു ഇളം ചൂട് നമ്മുടെ കൈയിനൊക്കെ ഇത് കുഴക്കാൻ പറ്റുന്ന ഒരു പരിവായി. കണ്ട നമ്മൾ വെള്ളം തണുത്ത വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ കൈ മയപ്പെടുത്തിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുക. പക്ഷെ ഇതിന് ആ പരിപാടി ചെയ്യരുത് കേട്ടോ. ഇത് വെള്ളം കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിലേക്ക് വേറൊരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. നമ്മുടെ വെളിച്ചെണ്ണ ഇതുമേ പറ്റാവോ കയ്യിലൊക്കെ, എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതുമ്മ വലിയ അഭ്യാസത്തിനൊന്നും നിൽക്കണ്ട. ആ ഒരു ഇടിച്ചില്ലേ നമ്മള് കുറച്ചു നേരം, അത്ര മാത്രമേ വേണ്ടൂ. ഇനി നമുക്കിത് ബോൾസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാം. ചപ്പാത്തിയുടെ ബോളിന്റെ വലിപ്പം വേണ്ട, അതിലും ഇത്തിരി താഴെ കണ്ട്. കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടേ നല്ല അങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഇട്ട് ഉരുട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഇതേ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 14 ഉണ്ട് ഇതിൽ കേട്ടോ. എങ്ങനെ ഉണ്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു തിരി ചെറുതാ, എന്നാലും കുഴപ്പമില്ല. കണ്ട മുകളിൽ ക്രാക്സ് ഒന്നും വന്നിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. വെള്ളം അധികം കുറയാനും പാടില്ല. വെള്ളം അധികം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ ഡ്രൈ ആയിട്ട് വരും മുകളിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഈ ഉണ്ട ഉരുട്ടണതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ ഇട്ടത്. നിങ്ങൾ തോനെ ഇതുപോലെ ഉണ്ട ഉരുട്ടാണ്ട് ഇപ്പോൾ ഇത് ഒരു കപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മൂടി വയ്ക്കാം. തോനെ ഉണ്ടെങ്കിൽ പുറത്തിടരുത്. ഇത് കാറ്റ് കൊള്ളും തോറും നമ്മൾ പരത്തണ നേരത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് മൂടി വെച്ചോളൂ എപ്പോഴും കേട്ടോ. ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. പരത്താനായിട്ട് ഇതേ ഞാൻ ഇപ്പോൾ ഇവിടെ ഓൾറെഡി പൊടി ഇട്ടു കേട്ടോ. കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വേണം, ഇത്ര പൊടി പോരാ നമുക്ക്. കുറച്ച് അരിപ്പൊടി എടുക്കുക. ഇത് ഞാനൊരു ബട്ടർ പേപ്പറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചപ്പാത്തി പ്രസറിൽ ഉണ്ടാക്കാം കേട്ടോ. അറിയുന്നവരാണെങ്കിൽ ഇതുവരെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. പരത്താൻ അറിയുന്നവരാണെങ്കിൽ. അതുപോലെ പിന്നെ ഇനി നിങ്ങൾക്ക് പരത്താൻ ഇൻട്രസ്റ്റ് ഇല്ല ചപ്പാത്തികളിലാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടാൽ മതി. ഇനി പരത്തുന്നത് കാണിച്ചു കൊടുക്കാനാണ്. ചിലവർക്ക് ഇതെങ്ങനെ പരത്തുക എന്നുള്ളത് പഠിക്കാൻ ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെ ഞാൻ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. കേക്കിനൊക്കെ നമ്മൾ അടിയിൽ വെക്കുന്നത്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ നമ്മൾ ഉരുട്ടി വെച്ച ബോൾ ഉണ്ടല്ലോ, അത് ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ പൊടിയിൽ ഒന്ന് മുക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചിലവർക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരത്തുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഞാൻ 1 2 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ ഷേപ്പ് കിട്ടണില്ലാന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ വെക്കാട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചോറും പാത്രമൊക്കെ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ചൂട് നിലത്ത് കൊള്ളാതിരിക്കാൻ വെക്കുന്ന സാധനം ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ പലക. ഇതല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കിണ്ണം എന്തെങ്കിലും അടിവശം പരപ്പുള്ള ഒരു പലക എന്തെങ്കിലും എടുക്കുക. അതൊന്ന് ജസ്റ്റ് ഇതിന്റെ മീതെ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഉള്ള ആരോഗ്യം മൊത്തം പ്രയോഗിക്കേണ്ട. ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ദേ നമുക്കിത് ഈ നെയ്പ്പത്തലിന്റെ ഷേപ്പിൽ കിട്ടും നമുക്ക്. കണ്ടില്ലേ? ഇനി ഇതിനെ നിങ്ങൾ പരത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷേപ്പ് പോണ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. ബോൾ അങ്ങനെ വെച്ചിട്ടും പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ചിലവർ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഷേപ്പ് പോവും അതിന്റെ പരത്തും പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ചപ്പാത്തി പ്രസറിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്താലും മതി. ഇതിന്റെ മീതെ ഒരു പരത്തുക, കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കുക. പരത്തുക, കൈ കൊണ്ട് തിരിക്കുക. മനസ്സിലായോ? വീഡിയോയിലേക്ക് കാണുന്നുണ്ടാവും. ഒരു പരത്തുക, കൈ കൊണ്ട് തിരിക്കുക. ഒരു പരത്തുക, കൈ കൊണ്ട് തിരിക്കുക. അതെ ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഈ വരുന്ന സാധനം നമ്മൾ കൈ കൊണ്ട് ഇതിനെ തിരിക്കുമ്പോൾ അതവിടെ ശരിയായിക്കോളും. കണ്ട? ഇതിപ്പോൾ വേഗം ചെയ്യാം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ട? നല്ല നേർമയായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ട? എത്ര കനം കുറഞ്ഞിട്ട് കിട്ടിയെന്ന് നോക്കിയേ. ഞാൻ അധികം അഭ്യാസം ഇവിടെ കാണിച്ചത് പൊട്ടിപ്പോവും. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. നമുക്ക് പത്തിരി പ്രസരമ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഉള്ളിൽ 2 പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എണ്ണ വരട്ടെ. എന്നിട്ട് അതിന്റെ മീതെ ഒരു ചെറിയ ബോൾ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും. ഭയങ്കര എളുപ്പമാണ് ഇത്. എന്നിട്ട് പൊടി തട്ടിയിട്ട് ആ പൊടി ഒന്ന് കൈകൊണ്ട് കുടഞ്ഞിട്ട് വേണം ഈ പത്തിരി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ. ഇതുപോലെ നല്ലോണം കുടഞ്ഞോളോ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കല്ല് നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ പരത്തി വെച്ചതിന് ഒരെണ്ണെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പത്തിരി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ മീതെ 1 2 ഇങ്ങനെ കുത്തുകൾ ഇങ്ങനെ ബബിൾസ് പോലെ വരുമ്പോൾ അപ്പൊ തന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 3 എണ്ണം ചുട്ട് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവിടെ പത്തിരിക്ക് ആൾക്കാർ വന്നു. അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. കുറച്ചെണ്ണം ഞാൻ ഉണ്ടാക്കി മാറ്റിയിട്ടാണ്. ഇനി ബാക്കിയുള്ളതാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാട്ടി തരാം.
അപ്പോൾ ഒരു ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറിച്ചിടുക. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ മറിച്ചിട്ടതിന് ശേഷം ഇവിടെ ഇതുപോലെ ബബിൾസ് വരണം. ആ ബബിൾസ് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഇതിന്റെ മീതെ ഇങ്ങനെ പൊള്ള പോലെ വരും. ഇതാണ്ടോ ഇവിടെ ഈ ഒരു വശത്ത് നല്ല ബബിൾസ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അമർത്തി പിടിക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ പൊള്ള പോലെ വരും. അധികം നമ്മൾ അമർത്തി കഴിഞ്ഞാൽ പൊട്ടിക്കൂട്ടാം. കണ്ടോ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിവിടെ വെച്ചാൽ കരിഞ്ഞ് പൂട്ടാം. നല്ല പൊള്ളം പോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം നമ്മുടെ പാത്രത്തിലേക്ക്. ഇതുപോലെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരി ചുട്ടെടുക്കാം. ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത് ഇടുന്നതിന്റെ മുന്നേ ഇതിന്റെ മീതിയുള്ള പൊടി ഉണ്ടല്ലോ അത് മാറ്റിക്കോളോട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പത്തിരി നമുക്ക് കരിഞ്ഞ് പിടിക്കും. അപ്പം അത് മാറ്റി കൊടുത്തോളൂ. എന്നിട്ട് വേണം നമ്മുടെ അടുത്ത പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതുപോലെ മൂടി വെച്ചേക്കായിരുന്നു കേട്ടോ. ഒന്നല്ലെങ്കിൽ നമുക്ക് കാസറോളിൽ ഇട്ട് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. കാരണം ഇതിപ്പോൾ തന്നെ കഴിക്കാനാണ്. അപ്പോൾ പിന്നെ കാസറോളിലൊന്നും ഇട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ മൂടി വയ്ക്കുക ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണ്ടെങ്കിൽ കാസറോളിൽ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ കാണിച്ചു തരാം ഞാൻ. കണ്ടോ നമ്മുടെ പത്തിരി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ അതിൻ്റെ ഇതിങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ആ ഉള്ളിലെ ആ പോള പോലെ വന്നില്ലേ, അത് ഇങ്ങനെ അമിങ്ങി പോയതിൻ്റെയാണ് കേട്ടോ അതിങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. കണ്ടോ എന്തൊരു തളർമയായിട്ടിരിക്കണേന്ന് നോക്കിയാൽ. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പോള ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പോള പോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ പോള പോലെ വന്നിട്ടുണ്ട്. കണ്ടോ ഒരു ഉറ പോലെ ഇതിരിക്കണേ. എന്തൊരു തളർമയായിട്ടിരിക്കണേ നോക്കിയാൽ. നമ്മൾ അധികം കുഴച്ചിട്ടില്ല, ഒരു അഭ്യാസവും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കണ്ണില്ലേ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ പത്തിരി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ്. അപ്പോൾ കണ്ടോ ഇത് എത്ര ഈസി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. പിന്നെ പരത്തേണ്ട കാര്യമാണ്. അത് നിങ്ങൾ ചപ്പാത്തി കല്ലുമ്മ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പത്തിരി പ്രഷറിൽ വെച്ചാലും മതി. നമ്മുടെ ചപ്പാത്തി പ്രഷർ ഉണ്ടല്ലോ അതിലാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. പരത്തേണ്ടത് വീഡിയോ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ പത്തിരി തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്.